ദൈവത്തിന് മഹത്വം. ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ഞാൻ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇക്കാലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനോടുള്ള വിധത്തിൽ അനവധി ഉപദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. അടുത്ത കാലത്ത് യൂട്യൂബിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ താൻ യേശുവാണെന്ന് പറഞ്ഞ് കുറച്ച് പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അതുകൂടാതെ AD 70 കർത്താവ് വന്ന് പോയി എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ 1948 ഇസ്രായേൽ രാജ്യം ആയപ്പോൾ അത്തി തകർത്തു എന്നും അന്ന് മുതൽ ജനിച്ച കുഞ്ഞുങ്ങൾ ആ തലമുറ അവസാനിക്കുന്നത് വരെ ആ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരുമെന്നും പറയുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. അടുത്ത കാലത്ത് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില സംശയങ്ങൾ ചിലര് ചോദിക്കാനിടയായി. എന്നാൽ അത് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് എന്ന് വരുമെന്ന് കൃത്യമായി പറയണമെന്ന് അവർ പലരും ആവശ്യപ്പെട്ടു. നാം ആ വരവിന്റെ ലക്ഷണങ്ങളും അതിന്റെ പീരീഡുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ അതിൽ സംതൃപ്തരല്ല. കാരണം അവരുടെ ഇടയിൽ മറ്റാരോ പഠിപ്പിച്ചിരിക്കുന്നു, ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ 1948 ഒരു രാജ്യമായി തീർന്നപ്പോൾ അന്ന് മുതൽ അതിന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങളുടെ കാലയളവിൽ തന്നെ കർത്താവ് വരുമെന്ന് പഠിച്ചിരിക്കുകയാണ്. കാരണം ഇത് സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആ നിലയിൽ വ്യാഖ്യാനിച്ചിട്ട് അവർ കർത്താവിന്റെ വരവ് നമ്മൾ ഈ തലമുറയിൽ തന്നെ കാണും, അതിനൊരു കൃത്യമായ തെളിവോ അറിവോ നമ്മളത് നൽകണമെന്ന് അവർ പറയാനിടയായി. AD 70 കർത്താവ് വന്നിട്ട് പോയി എന്നും അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വന്നിട്ട് പോകുമെന്നും അങ്ങനെയുള്ള വ്യത്യസ്തമായ ആശയക്കുഴപ്പങ്ങളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ തിരുവചനം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, അതിനെ ഗ്രഹിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നും കർത്താവ് വരുമെന്നുള്ളതാണ്. നാം ഇന്നും ഓരോ ദിവസവും ഓരോ കൂട്ടായ്മയിലും തിരുമേശ കൈക്കൊള്ളുമ്പോൾ നാം പ്രഖ്യാപിക്കാറുള്ളത്, വിശ്വസിക്കാറുള്ളത് കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല, കർത്താവ് വരുവോളം അത് ഭക്ഷിക്കണം, അതിൽ നിന്ന് പാനം ചെയ്യണമെന്നാണ് നാം പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ കൊണ്ടുവരുമ്പോൾ തിരുവചനം എന്താണെന്ന് നമ്മൾ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കണമെന്നുള്ളതാണ്. ടൈറ്റസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ അവിടെ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. AD 70 കർത്താവ് വന്നിട്ട് പോയി എന്ന് പഠിപ്പിക്കുന്നവർ അവരുടെ ടീച്ചിങ് ഇന്ന് ഇന്നലെയൊന്നും ഉണ്ടായതല്ല, ചില നൂറ്റാണ്ടുകൾക്ക് സംഭവിച്ചതാണ്. എന്നാൽ ആദ്യ നൂറ്റാണ്ടിലോ 2-ാമത്തെ നൂറ്റാണ്ടിലോ 3-ാമത്തെ നൂറ്റാണ്ടുകളൊന്നും അല്ല ഈ ടീച്ചിങ് വന്നത്. എന്നാൽ ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിലേക്കാണ് ഈ ടീച്ചിങ് വരുന്നത്. ലൂയിസ് ഡെ അൽകാസർ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ജെസ്യൂട്ട് പുരോഹിതനാണ് ഈ ടീച്ചിങ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതെന്നറിയാം. അദ്ദേഹം ഈ ടീച്ചിങ് കൊണ്ടുവരാനുള്ള കാരണം അന്ന് കാലങ്ങൾ അളവിൽ ചിലരെങ്കിലും പഠിപ്പിച്ചു പോപ്പാണ് ഈ വരാൻ പോകുന്ന എതിർക്രിസ്തു എന്നും. അങ്ങനെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാത്തോലിക് വിശ്വാസം പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകതയോടുള്ള ബന്ധത്തിൽ കർത്താവ് വന്നിട്ട് പോയെന്നും AD 70 സംഭവിച്ചുവെന്നും അദ്ദേഹമാണ് ആദ്യമായി അത് പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഹ്യൂഗോ ഗ്രോട്ടിയസ്, അദ്ദേഹം 1583 1645 കാലയളവിൽ ജീവിച്ച ആളാണ്. അദ്ദേഹം അത് പഠിപ്പിച്ചു. അതിനുശേഷം തോമസ് ഹെയ്നെ എന്ന് പറയുന്ന ആളും ഹെൻറി ഹാമം എന്ന് പറയുന്ന ആളും ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 16-ാം 17-ാം നൂറ്റാണ്ടിലാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി ഇങ്ങനെ ഒരു വ്യാഖ്യാനം വന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കോണേ, AD 70 യേശുക്രിസ്തു വന്നെങ്കിൽ അത് സാക്ഷിയായിട്ടുള്ള ഒത്തിരി പേരുണ്ടാകും.
ആ കാലയളവിലായിരിക്കണം യേശു ക്രിസ്തു വന്നിട്ട് പോയി എന്നുള്ള പഠിപ്പിക്കൽ വരേണ്ടത്. എന്നാൽ അതിനുശേഷം ഏതാണ്ട് 15 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ AD 70 ശേഷം ഈ തരത്തിലുള്ള പഠിപ്പിക്കൽ വന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന്റെ അടിസ്ഥാനം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, സ്മിർനയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പ് പറയാം, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ഐറേനിയസ്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം യേശു ക്രിസ്തുവിനായി കാത്തിരിക്കുകയും ക്രിസ്തു വന്നിട്ടില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയും ആ പ്രതീക്ഷകൾ അദ്ദേഹം വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. അതുപോലെ പോളികാർപ്പ് വെച്ച് പുലർത്തിയിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ നമുക്കറിയാം AD 70 ശേഷവും വന്നിട്ടുള്ള 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്നിട്ടുള്ളവർ അവരെല്ലാം ആ പ്രത്യാശയോട് ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കിയാൽ കർത്താവ് വന്നതായിട്ടുള്ള യാതൊരു എവിഡൻസും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ടീച്ചിങ് ആദിമസഭ പഠിപ്പിച്ചിട്ടില്ല ഇരുന്നു എന്നുള്ളതാണ്. 17-ാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിലുള്ള ടീച്ചിങ് വന്നുകൂടിയത്. ഇന്നും ഉപദേശ സംബന്ധമായിട്ടുള്ള വിശുദ്ധിയില്ലാത്തവർ ഇതിനെ പഠിപ്പിക്കുകയും ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പവും കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അന്ത്യകാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി തിരുവചനം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ അവരെ അനവധി പേരെ തെറ്റിക്കത്തക്ക നിലയിൽ ക്രിസ്തു അവിടെ ഇവിടെ എന്നും അതുപോലെ തിരുവചനത്തെ കൂട്ടിക്കളയുന്നവരും ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ AD 70 കർത്താവ് വന്നിട്ട് പോയി എന്ന് തെളിയിക്കുവാൻ വേണ്ടി അവർ വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്ത് നടന്നിരുന്നത് AD 70 മുമ്പോ അല്ലെങ്കിൽ AD 70 നടന്നതെന്ന് അവർ പറയാറുണ്ട്. എന്തിനാണ് AD 70 ആണ് അല്ലെങ്കിൽ അത് മുമ്പാണ് വെളിപ്പാട് പുസ്തകം എഴുതിയതെന്ന് അവർ പറയുന്നതിന്റെ കാരണം ഇതിൽ അന്ത്യകാലം ആണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് എഴുതിയ പുസ്തകമാണ് അതെന്നും AD 70 മുമ്പ് എഴുതിയ അല്ലെങ്കിൽ ആ കാലയളവിൽ എഴുതിയ പുസ്തകമാണെന്നും അതിനുശേഷം അല്ല ഇത് എഴുതി, അതുകൊണ്ടാണ് ഫ്യൂച്ചറിനെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ഭാവിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് അവരതിനെ സ്ഥാപിക്കാൻ പോവുകയാണ്. എന്നാൽ ഒരിക്കലും വെളിപ്പാട് പുസ്തകം 70-ലല്ല AD 70-ലല്ല എഴുതിയതെന്നും ഏതാണ്ട് AD 85-നും AD 96-നും ഇടയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് വേദപണ്ഡിതന്മാർ മുഴുവൻ പറയുന്നത്. പ്രത്യേകിച്ച് ഏതാണ്ട് 95-നും 96-നും ഇടയിലാണ് ഇത് എഴുതപ്പെട്ടതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന ഐറേനിയസ് പോളികാർപ്പിന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് AD 95, 96 കാലയളവിലാണ് വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം ഭാവിയെ കുറിച്ച് എഴുതുമ്പോൾ അത് AD 95, 96 കാലയളവിലാണ് എഴുതിയതെങ്കിൽ AD 70-ൽ ഇത് കർത്താവ് വന്നിട്ട് പോയി എന്ന് പറയുന്നത് എത്ര വിരോധാഭാസമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ കാര്യം തെളിയിക്കുവാൻ വേണ്ടി മാത്രം വെളിപ്പാട് പുസ്തകം നേരത്തെ എഴുതിയതാണെന്ന് അവർ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം എഴുതപ്പെടുന്നത് ഡൊമീഷ്യന്റെ കാലയളവിലാണെന്നാണ് ചരിത്രം പറയുന്നത്. സഭ ഏറ്റവും അധികം പീഡയിലൂടെ കടന്നു പോകുന്ന ആ കാലം നിങ്ങളുടെ കാലത്തല്ല, വെസ്പേഷ്യന്റെ കാലത്തല്ല, ഡൊമീഷ്യന്റെ കാലത്താണ് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടതെന്നും ഐറേനിയസിനെ പോലെയുള്ള പിതാക്കന്മാരും സാക്ഷി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ് കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത്. കർത്താവ് വരുമ്പോൾ എല്ലാ കണ്ണും അവനെ കാണുമെന്നുള്ളതാണ്. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുക. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതാ ഞാൻ മേഘാരൂഢനായി വരും. കർത്താവിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് മേഘത്തിലാണ്. പഴയ നിയമത്തിൽ മേഘത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് മേഘം ഇവിടെ കാണിക്കുന്നത്. മേഘത്തിൽ ദൈവം പ്രത്യക്ഷമാകുന്നു. അത് എല്ലാവരും കാണും, തന്നെ കുത്തിത്തുളച്ചവരും കാണുമെന്ന് എല്ലാവരും കാണത്തക്ക നിലയിൽ കർത്താവ് വരുമെന്ന് പറയുന്നുണ്ട്. സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ ബോഡി അപ്പിയറൻസ്, ശരീരത്തിലുള്ള പ്രത്യക്ഷത നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കുവാനായി പല തിയറികളും അല്ലെങ്കിൽ വ്യാഖ്യാന രീതികളും ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട അംഗീകരിക്കപ്പെട്ട 4 വ്യാഖ്യാന രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാന രീതി എന്ന് പറയുന്നത് പ്രിറ്ററിസ്റ്റ് വ്യൂ എന്നാണ് പറയുന്നത്. അതിന് മലയാളത്തിൽ കാലഹീന വാദം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സകലതും കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ടീച്ചിങ് ആണ്. അതാണ് ഈ AD 70-ൽ കർത്താവ് വന്ന് പോയി എന്ന് പഠിപ്പിക്കുന്നവരുടെ ടീച്ചിങ് എന്ന് പറയുന്നത്. രണ്ടാമത് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള
മറ്റ് പ്രബലമായ മറ്റൊരു ആശയം എന്ന് പറഞ്ഞത് അലിഗറിസ്റ്റിക് വ്യൂ എന്നുള്ളതാണ്. അവർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. അതൊരിക്കലും അക്ഷരീകമല്ല. ആ തിന്മകളുടെ മേൽ നന്മ ജയമെടുക്കുന്നതിന് പ്രതീകാത്മകമായി അലിഗോറിക്കലായി കാണിച്ചിരിക്കുകയാണ്. എന്നാൽ ചരിത്രപരമായ സംഭവങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നവർ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക്, ഭാവി സംബന്ധമായിട്ടുള്ള ഈ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങളെല്ലാം ഭാവിയിൽ സംഭവിക്കേണ്ടതാണെന്നും അതിന്റെ ഭാഗികമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അത് പ്രധാനമായും ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പഠിപ്പിക്കുന്നതാണ് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത്. നാലാമത്തെ അതിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ഡിസ്പെൻസേഷനലിസം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി നോട്ട് അറ്റ് കം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ പ്രവചനം ഭാഗികമായി ഒന്ന് നിറവേറിയെങ്കിലും അത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ദൈവരാജ്യത്തിന്റെ 3 സ്റ്റേജുകൾ. ഒന്ന്, കർത്താവ് വന്നു, ദൈവരാജ്യം ഇവിടെ ആരംഭിച്ചു, നമുക്ക് സമാധാനം സന്തോഷം ഉണ്ടായി, ആത്മീയ രാജ്യം ഇവിടെ സ്ഥാപിതമായി. എന്നാൽ അത് അതിന്റെ പുതിയ പൂർണ്ണ രൂപത്തിലേക്ക് വന്നിട്ടില്ല. അതിന്റെ രണ്ടാം ഫേസ് എന്ന് പറയുന്നത് 1000 ആണ്ട് ഭൂമിയിൽ കർത്താവ് വാഴാൻ വരുമ്പോഴാണ് അതിന്റെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്. അതിന്റെ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് കർത്താവ് എന്നേക്കുമായി തന്റെ ജനത്തോടൊപ്പം വാഴുവാൻ വേണ്ടി ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. കണ്ണീരില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത, അങ്ങനെ ഈ ഭൂമിയിലുള്ള ഒരു തിന്മയും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന നീതിയുള്ള ഒരു ഭരണത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതാണ് അതിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രിറ്ററിസ്റ്റ് എന്ന് പറയുന്ന ടീച്ചിങ്, പ്രിറ്ററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ ഇംഗ്ലീഷ് പദം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ പഴയ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം ഇത് ഒരു കാലത്തും ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നത് നമുക്കറിയാം. കർത്താവ് വന്നിട്ട് പോയി എന്ന ഒരു യാഥാർത്ഥ്യം ചരിത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എത്രയോ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരുന്നേനെ, എത്രയോ വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടാകാം, ആ കാര്യങ്ങളിലുള്ള എത്രയോ പഠിപ്പിക്കലിൽ അത് വന്നിട്ടുണ്ടാകാം. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രിറ്ററിസ്റ്റുകാരോട് അല്ലെങ്കിൽ കർത്താവ് വന്നിട്ട് പോയി എന്ന് പറയുന്നവരോട് നാം ചോദിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു വന്നോ എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു വന്നിട്ടില്ല എന്ന് തന്നെ അവർ പറയും. എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർ പറയും AD 70 യെരൂശലേം തകർക്കപ്പെട്ടു, അതുപോലെ ആലയം തകർക്കപ്പെട്ടു, അതേപോലെ യഹൂദന്മാർ ഓടിപ്പോയി, കുറെ പേർ അവിടെ കൊല്ലപ്പെട്ടു. അപ്പോൾ യഹൂദന്മാരുടെ മതപരമായ സിസ്റ്റവും അവരുടെ എല്ലാ സിസ്റ്റങ്ങളും തകർന്നുപോയി. അപ്പോൾ ഇവിടെ ഇതാ കർത്താവ് ദൈവത്തിന്റെ നീതി ഇവിടെ നടപ്പാക്കി. അങ്ങനെ ആത്മീയമായി മാത്രം കർത്താവ് വന്നു എന്നാണ് പറയുന്നത്. കല്ലറയിലുള്ളവർ ഉയർത്തെഴുന്നേറ്റോ എന്ന് അവരോട് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. എന്നാൽ വചനം ഇങ്ങനെ പറയുന്നല്ലോ, കല്ലറയിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് ഒരു പുതിയ സമൂഹം ഈ പ്രതിസന്ധിയുടെ നടുവിൽ എഴുന്നേറ്റ് വന്നു എന്നുള്ളത് ഒരു സ്പിരിച്വൽ മീനിങ് ആയി, ഒരു ആത്മീയമായ പ്രതീകമായി മാത്രം അവരതിനെ പറയുകയാണ് എന്നുള്ളതാണ്. ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. ദൈവജനത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന ഒരു ടീച്ചിങ് ആണ്. എല്ലാ കാലത്തും ദൈവസഭയെ അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്ന പീഡകളെക്കാൾ കൂടുതൽ ദുരുപദേശം സഭകളിൽ കുത്തിവെച്ചും അത് കയറ്റിവിട്ടും സാത്താൻ ആക്രമിക്കുന്ന ഒന്നാണ് ദൈവസഭ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഈ കാലത്തിൽ അത് അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഇത് ദൈവത്തിന്റെ വചനം അപ്രകാരം പറയുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കർത്താവ് വേഗത്തിൽ വരുമെന്നും കർത്താവിന്റെ 2 പ്രത്യക്ഷതയ്ക്കായി നമ്മൾ ഇനി കാത്തിരിക്കുകയാണ്. ഒന്ന്, കർത്താവിന്റെ മേഘപ്രത്യക്ഷത, 2 കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്നുള്ളതാണ്. ഒന്നാമതായി നാം കണ്ടു കഴിഞ്ഞു, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ കണ്ടു, എല്ലാ കണ്ണും അവനെ കാണും എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ 1 തെസ്സലോനിക്കർ 3:16-17 വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോഴും കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ വളരെ കൃത്യമായി പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന ഉയർപ്പ് എന്ന് പറയുന്നത് ശരീരത്തോടു കൂടെയുള്ള ഒരു പുതിയ ശരീരം പ്രാപിച്ചുള്ള ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമോ? അങ്ങനെ ഉയർത്തെഴുന്നേൽക്കിൽ ഏത് വിധം ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ചോദ്യത്തിൽ കർത്താവ് ഈ പൗലോസ് ആ ഭാഗത്ത് അവിടെ വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, കാരണം ക്രിസ്തു പുതിയ ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ അവിടെ വളരെ കൃത്യമായി
ആ കാര്യത്തെക്കുറിച്ച്, കർത്താവിന്റെ ആ വരവിനെ കുറിച്ച്, ഇനിയുള്ള പ്രത്യക്ഷത്തെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പുസ്തകപ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിന് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ നോക്കൂ, യേശുവിന്റെ സ്വർഗാരോഹണ സമയത്ത് ഗലീല പുരുഷന്മാരായ അവരോട് സംസാരിക്കുകയാണ്. ആരാണ് സംസാരിക്കുന്നത്? ദൂതന്മാരാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു നിങ്ങൾ എങ്ങനെ കണ്ടു അതുപോലെ തന്നെ അവൻ വരുമെന്ന് പറയുകയാണ്. അവൻ ശരീരത്തിലാണ് ഉയർത്തെഴുന്നേറ്റ് പോയതെന്ന് നമുക്കറിയാം. ഒരു പുതിയ ശരീരം യേശുവിന്റെ ഉയർപ്പിൽ തനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശു അനവധി പേർക്ക് പ്രത്യക്ഷമായി. യേശു പത്രോസിന് പ്രത്യക്ഷമായിട്ടുണ്ട്. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. യേശു സ്ത്രീകൾക്ക് പ്രത്യക്ഷമായി. ഇങ്ങനെ പല കൂട്ടങ്ങളിൽ യേശു പ്രത്യക്ഷമായപ്പോൾ യേശു ഒരു ശരീരത്തോടു കൂടെയാണ് ഉയർത്തെഴുന്നേറ്റതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തോമസ് യേശുവിന്റെ വിലാപ്പുറത്ത് കൈയിടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ ശരീരവുമായി യേശു ഉയർത്തെഴുന്നേറ്റ് പോയതുപോലെ വീണ്ടും വരുമെന്ന് വളരെ കൃത്യമായി തിരുവചനം പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ദൈവസഭയുടെ ഉയർപ്പും ഒരു ആത്മീയത മാത്രമാണ്. ശാരീരികമായി ഉയർത്തെഴുന്നേൽക്കയില്ല എന്ന് പറയുന്നത് തിരുവചനത്തിന്റെ സത്യങ്ങൾക്ക് വിപരീതമാണ്. അത് ഉപദേശമായി നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ബൈബിളിൽ അനവധി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ വരവ് വന്നിട്ടില്ല എന്നും അതിനായി ദൈവസഭ കാത്തിരിക്കുന്നു എന്നും നാം ജീവിച്ചിരിക്കുന്ന കാലം അന്ത്യകാലമാണെന്നും യേശുക്രിസ്തുവിന്റെ വരവിന്റെ കാൽപെരുമാറ്റം നാം കേട്ട് തുടങ്ങി എന്നും തിരുവചന അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ചിലർ പഠിപ്പിക്കുന്നു 1948 ഇസ്രയേൽ ഒരു രാജ്യമായതിനു ശേഷം അന്ന് മുതൽ ജനിച്ചവർ അവരുടെ മരണത്തിന് മുമ്പ് കർത്താവ് വരുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. നമുക്കറിയാം 1948 ശേഷം 40 വർഷത്തിന് ഇടയിൽ കർത്താവ് വരുമെന്ന് പഠിപ്പിച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ ആ 40 വർഷം കഴിഞ്ഞപ്പോൾ അവരത് മാറ്റി പറഞ്ഞു. 30 കൂട്ടി 70 വർഷം കഴിയുമ്പോൾ കർത്താവ് വരുമെന്ന് പറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ചിലർ 30 വർഷം കൂടെ കൂട്ടി അങ്ങനെ 100 വർഷം ആകുമ്പോൾ 1948 ശേഷം 100 വർഷം കഴിയുമ്പോൾ കർത്താവ് വരുമെന്ന് പറയുകയാണ്. നമുക്കറിയാം ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവ് വരുമെന്നുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. 2000 കർത്താവ് വരുമെന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുണ്ടായിരുന്നു. എന്നാൽ ഇവരൊക്കെ പലപ്പോഴും ഇവരുടേതായ സമയങ്ങൾ കഴിയുമ്പോൾ അവരെയൊന്നും ആ വെളിച്ചത്തിൽ കാണാത്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോരുത്തർ വചനത്തിന്റെ അടിസ്ഥാനമില്ലാത്ത ജനത്തെ സ്വാധീനിക്കുവാൻ വേണ്ടി അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി തിരുവചനത്തെ കൂട്ടിക്കളയുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉയർപ്പിനെ കുറിച്ച് തിരുവചനം പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 1948 ശേഷം ജനിച്ചവർ അവരുടെ കാലത്ത് തന്നെ കർത്താവിനെ കാണുമെന്ന് പറയുന്നവർ, അവർ വാദിക്കുന്നത് ഇത് സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് തിരുവചനം പറയുന്നു എന്നുള്ളതാണ്. ഇവിടെ തലമുറ എന്ന് പറയുമ്പോൾ ഈവിൾ ജനറേഷൻ, തിന്മ പ്രവർത്തിക്കുന്ന ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത് ഇവിടെ തലമുറ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഗുനിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തലമുറ എന്നതിനെ കുറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്ന് പ്രസന്റായി ജീവിച്ചിരിക്കുന്ന തലമുറയെ കൊണ്ട് സൂചിപ്പിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രവചനങ്ങൾക്കും അത് അതിന്റെ ഫേസിലൂടെയാണ്, പല ഫേസിലൂടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. AD 70 എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. AD 66 ജൂതർ റോമക്കാരുമായി ഒരു വിപ്ലവത്തിൽ ഏർപ്പെട്ടു. അവർക്കെതിരെ കലാപം സൃഷ്ടിച്ചു. അങ്ങനെ റോമൻ പട്ടാളം കടന്നു വന്ന് യെരുശലേമിനെ നിരോധിച്ചു. ആ യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ മറ്റെന്തോ ഒരു കാരണത്താൽ ആ യുദ്ധം പോസ് ചെയ്തു. പിന്നെയും ആ കാലയളവിൽ നീറോ മരിച്ചു. വെസ്പേഷ്യൻ അവിടുത്തെ ചക്രവർത്തിയായി. വെസ്പേഷ്യന്റെ നേതൃത്വത്തിൽ പിന്നീട് അവിടേക്ക് ഒരു ജനറലിനെ അയക്കി അവിടെ യെരുശലേമിനെ വളയുകയും ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ അത് 10 ലക്ഷത്തിലധികം പേരെ ആ ഒരു സമയത്ത് കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ മറ്റു ജീവനോടിരുന്നവർ ലോകത്തെമ്പാടും ചിതറിപ്പോയി എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ കാണുന്നത് AD 70 നടന്ന ഒരു വലിയ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെല്ലാം ലോകത്തെമ്പാടും ചിതറിപ്പോയി എന്നുള്ളതാണ്. അപ്പോ AD 70 ലോകത്തെമ്പാടും അവർ ചിതറിപ്പോയി. അവരവിടെ 1948 ഇസ്രയേൽ ഒരു രാജ്യമായി വന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ AD 70 നടന്ന ആ സംഭവം കൊണ്ട് ലോകത്തെമ്പാടും ഒരു ചിതറി. പിന്നീട് അവർ AD 70 ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഈ തലമുറ ഇത് സംഭവിക്കുവോളം ഒഴിഞ്ഞു പോകുകയില്ല എന്നവർ പറയുന്നത്. എന്നാൽ അത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
അങ്ങനെയല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവചനങ്ങളെ പഠിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഫേസുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൂരെ നിന്ന് രണ്ട് മലകളെ വീക്ഷിക്കുമ്പോൾ ആ രണ്ട് മലകളും അടുത്ത് ഉരുവി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നും. എന്നാൽ അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഒരു മലയിൽ നിന്ന് മറ്റൊരു മല വലിയ കിലോമീറ്റർ കണക്കിന് ദൂരം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതുപോലെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായി 24-ലും ലൂക്കോസ് 21-ലും പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ചില ഭാഗികമായ നിറവേറൽ നടന്നു എന്നുള്ളതാണ്. AD 70-ൽ ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള ജനറൽ ഇസ്രായേലിനെ വളഞ്ഞതിനെ ആക്രമിച്ച് അത് ശൂന്യമാകുമ്പോഴും അതേപോലെ ആലയം തകർക്കപ്പെടുമ്പോഴും അതിന് പ്രവചനത്തിന്റെ ഒരു ഭാഗമാണ് നിവൃത്തിയായത്. എന്നാൽ പിന്നീട് നടക്കാൻ പോകുന്ന കോസ്മിക് ആയിട്ടുള്ള സൈനുകൾ, ആകാശത്തിലെ രൂപങ്ങൾ മാറ്റം ഉണ്ടാകും, ആകാശത്തിലെ ലക്ഷ്യങ്ങൾ ഉണ്ടാകും, സൂര്യനും ചന്ദ്രനും ഒക്കെ അത് കരിമ്പടം പോലെയും അതുപോലെ സൂര്യൻ രക്തമായി തീരുമെന്നും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുമെന്നുള്ള പ്രവചനങ്ങളൊന്നും നിറവേറിയിട്ടില്ല. എന്നാൽ ആദ്യത്തെ ആ പ്രവചനത്തിന്റെ ഭാഗികമായ നിറവേറ്റലാണ് ആ തലമുറയിൽ നാം കണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 1948-ൽ ഇസ്രയേൽ സ്ഥാപിതമായപ്പോൾ അന്ന് മുതലുള്ള ജനിച്ച കുഞ്ഞുങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരുമെന്ന് നേരത്തെ പഠിപ്പിച്ചവർ ഇന്ന് അത് മാറ്റി ആദ്യം 40 വർഷം പറഞ്ഞവർ അതിപ്പോ 70 വർഷമാക്കി, ഈ 70 വർഷം ചിലപ്പോൾ 100 വർഷമാക്കി. ഇങ്ങനെ അവർ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിരുവചനത്തിലെ പ്രവചനങ്ങളെയും തിരുവചനത്തെ ശരിയായിട്ടുള്ള നിലയിൽ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കാൻ പോവുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നും കർത്താവ് വരുമെന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം രോഗമുള്ളതാണെങ്കിലും ഈ ശരീരം ക്ഷീണമുള്ളതാണെങ്കിലും ഈ ശരീരത്തിൽ പ്രായം ബാധിക്കുമെന്നെങ്കിലും ഈ ശരീരം നശിച്ചു പോയാലും ഒരു ദിവസം കാഹളം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ്. അതുപോലെ തന്നെ കർത്താവ് സഭയെ ചേർക്കുവാൻ അവൻ വേഗത്തിൽ വരുമെന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയുണ്ട്. അതുകൂടാതെ 1000 ആണ്ട് വാഴുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അവൻ വരുമെന്നുള്ളത്, അതിലെല്ലാം അപ്പുറമായി കണ്ണീരില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാമെന്നും അതുപോലെ നമ്മുടെ മുമ്പാകെ നമ്മോടുകൂടെ നമ്മിൽ നിന്ന് വിട്ടുപോയവരെ നമുക്ക് അവരോടൊപ്പം വാഴാൻ, അവരോടൊപ്പം ജീവിക്കുവാനും എന്നുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 21-4 ഇപ്രകാരം വളരെ കൃത്യമായി പറയുന്നത്, മരണമില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണീരില്ലാത്ത, ശാപമില്ലാത്ത ഒരു ലോകം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നാം ഉയർത്തെഴുന്നേറ്റെങ്കിൽ, അതേപോലെ തന്നെ AD 70-ൽ കർത്താവ് വന്നെങ്കിൽ ഇന്ന് നാം ശരീരത്തിൽ വേദന അനുഭവിക്കുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ശാപമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, പാവമുണ്ട്, ഇതെല്ലാം നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കോ ഇത്തരത്തിലുള്ള ടീച്ചിങ്ങുകൾക്കോ യാതൊരു അടിസ്ഥാനമല്ല. തിരുവചനം അത് പഠിപ്പിക്കുന്നില്ല. 16-ാം നൂറ്റാണ്ടിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ചില വ്യക്തികൾ പഠിപ്പിക്കൽ മാത്രമാണ്. അത് ആദ്യ നൂറ്റാണ്ടിൽ ആരും വിശ്വസിച്ചിട്ടില്ല, അത് പഠിപ്പിച്ചിട്ടില്ല, ആരും അത് വിശ്വസിച്ചിട്ടില്ല. നൂറ്റാണ്ടുകളായി കർത്താവിനായി തലമുറകളായി അവന്റെ വരവിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന്റെ കാലത്തിന്റെ അന്ത്യ പീരീഡിലാണ്. കർത്താവിന്റെ വരവിന്റെ അന്ത്യ പീരീഡ് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ 1-ാം വരവിനും 2-ാം വരവിനും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് അവസാന പീരീഡ് എന്ന് പറയുന്നത്. അവസാന പീരീഡ് കർത്താവ് വന്നു, അത് തുടങ്ങുമ്പോൾ കർത്താവ് ഇനി വരുന്നു, അതിന്റെ മധ്യത്തിൽ ആ പീരീഡ് തീരുമെന്നുള്ളതാണ്. ഈ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ, ഈ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു കർത്താവിന്റെ നിഴൽ, വരവിന്റെ നിഴൽ വളരെ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രത്യക്ഷമായി തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.